ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇനി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് ഡ്രോയിങ് ചെയ്യാനുണ്ട്. സോ എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് അതിനുള്ള സാധനങ്ങളുണ്ട് എന്നാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ കവറിൽ എന്താണെന്ന് നമുക്ക് കാണാം. ഇത് മൊത്തം കൊട്ടുണ്ട് ഞാൻ. സോ ഇതിലെന്താണെന്ന് നമുക്ക് ആദ്യം കാണാം. ഇത് സ്കെച്ചാണ് ഗൈസ്. ഇതിൽ 12 സ്കെച്ച് ഉണ്ട്. പക്ഷെ പണ്ടൊക്കെ ഒരു ലൈറ്റ് കളർ വരാറുണ്ടായിരുന്നു, ഒരു ലൈറ്റ് ഗ്രീൻ എന്തോ ഒരു ലൈറ്റ് കളർ. പക്ഷേ ഇപ്പം അതിൻ്റെ ബദൽ 2 പിങ്ക് കളറാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഒന്ന് ഈ പിങ്കോ ഒന്ന് ഈ പിങ്കോ. സോ ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ആ കളർ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു, അതിപ്പോൾ കാണാറില്ല. പിന്നെ ഈ കവർ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഷൈനിങ് പെൻസിൻ്റെ സെറ്റാണ്. ഈ പെൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ പെന്നിൻ്റെ സെറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൽ കുറേ കളറുണ്ട്. ഗ്രേ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ ഒരുപാട് കളേഴ്സുണ്ട് ഈ പെന്നിൽ തന്നെ. ഇതിൽ ഒരു 12 പെൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ 3 പെൻസിൽസ് ഉണ്ട്. ഇത് ക്യാമലിൻ്റെ തന്നെ പെൻസിലാണ്, നല്ല അടിപൊളി പെൻസിൽസാണ്. പിന്നെ ഒരു ഇറേസർ, മെൻഡ്, സ്കെയിൽ, പിന്നെ ഇതൊരു ജെൽ പെന്നാണ്, നല്ല പെൻ. പിന്നെ എൻ്റെ അടുത്ത് മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ഗായ്സ് ഈ ഒരു പെയിൻറ്റ്. ഇത് ഞാൻ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ക്യാമലിൻ്റെ തന്നെ പെയിൻറ്റ്സാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് പാലറ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തോന്നും, അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് സാധനം പാലറ്റാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ബ്രഷ് ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് അതിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് പിന്നുള്ളത് ഈ ഒരു പെയിൻറ്റാണ്. ഒരു കയ്യിൽ വീഡിയോയും ഒരു കയ്യിൽ ഓപ്പണിങ്ങും ആക്കുമ്പോൾ കുറച്ച് ഒരു കഷ്ടപ്പാടാണ്. എന്തായാലും ഓക്കെ. ഇതിൻ്റെ അകത്ത് എത്ര കളേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇതിൽ എണ്ണി കാട്ടുന്നുണ്ട്. ഇതിൽ ടോട്ടൽ 18 കളേഴ്സാണ്. 18 കളേഴ്സ് ഉണ്ട്. എല്ലാം ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിലും ആവശ്യമെങ്കിൽ മിക്സിങ് ചെയ്യുക, അതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. ഇന്നും നമുക്ക് ആവശ്യമുള്ള കളേഴ്സാണെങ്കിൽ മിക്സിങ് ചെയ്താൽ ഓക്കെ ആവും. പിന്നെ സ്കെച്ച്, അതേപോലെ തന്നെ 2 ഡ്രോയിങ് ബുക്കുണ്ട്. ഒന്ന് വലുതും പിന്നെ ഒന്ന് ചെറിയ ഡ്രോയിങ് ബുക്കുമാണ്. അപ്പോൾ ഈ ഡ്രോയിങ് ബുക്ക് രണ്ടിലും ഞാൻ ഡ്രോ ചെയ്യാറുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രോയിങ് എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും ഓക്കെ. ഈ പ്രിൻസസിനെ നിങ്ങൾക്ക് അറിയോ ഗൈസ്? പ്ലീസ് കമൻറ്റ് ബിലോ. ഈ പ്രിൻസസിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ വലിയ ഡ്രോയിങ് ബുക്കിലൊന്നും ഇത് ഡ്രോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ഒരു 2 പിക്ചേഴ്സ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൊളായി, ബട്ട് ഇന്നൊന്ന് ഓക്കെ. ഇതാണ് നമ്മളുടെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് ബെൽ.